സ്തോത്രം. വീട് വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് സർവ്വകൃപാലുവായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും നല്ലവനും വിശ്വസ്തനുമായ ദൈവം നമുക്ക് ഇവർക്കും ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പകലിലും നമ്മെ തൻ്റെ സ്നേഹത്താൽ നിറച്ചിരിക്കുന്ന ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ചു പരിപാലിക്കുന്നത് പോലെ നമ്മെ തൻ്റെ ദയ കൊണ്ട് മൂടിയിരിക്കുന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. തൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുന്ന കർത്താവിനെ ആധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനം നോക്കണ്ട, നിങ്ങൾക്കൊപ്പമുള്ളവരെ നോക്കണ്ട. ഇന്ന് ഈ പകലിൽ നിങ്ങൾക്കൊപ്പമുള്ളവരിലൂടെ അല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിലൂടെയല്ല, ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന, സ്തുതിയും സ്തോത്രവും കേൾക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഏറ്റവും വിലയേറിയത് ശ്രേഷ്ഠമായത് പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരായി ആയിരിക്കുന്നത് കൊണ്ട് മടി കൂടാതെ വായ് തുറന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യനെ, സകല സ്തുതിക്കും യോഗ്യനായവനെ, സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല ബഹുമാനത്തിനും അർഹനായവനെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ ശക്തിയുള്ള വചനത്താൽ ഈ ലോകത്തെ വഹിക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കാക്കയ്ക്കും തൻ്റെ തീനൊരുക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ പരിപാലനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അല്പസമയം ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്ന ഈ സമയം ചിലർ ആ ദൈവ സാന്നിധ്യം ശരീരങ്ങളിൽ അനുഭവിക്കുവാൻ പോകുക. യാത്രയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അധരം തുറക്കുവാൻ നിനക്ക് കഴിയില്ലായിരിക്കാം. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം നിന്റെ മേൽ യേശുവിൻ നാമത്തിൽ ചില ആശുപത്രി കിടക്കകളിൽ ആമേൻ ദൈവ സാന്നിധ്യം ചലിക്കുക. റൂമിന് താങ്ങുവാൻ കഴിയാത്ത വിധം യേശുവിൻ നാമത്തിൽ തളർന്ന ചില ദിവസങ്ങളായി ആമേൻ സ്തോത്രം വണ്ണാക്കൂട് പറ്റിയ അവസ്ഥയിലായിരിക്കുന്ന ചിലർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ ചില മുറിക്കകങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ. യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ സ്തോത്രം. ആമം വയ്ക്കപ്പെട്ട ഇടത്തു നിന്ന്, ആമേൻ സ്തോത്രം, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഇടത്തു നിന്ന് സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ആമേൻ പൗലോസും ശീലാസും പുറത്തു വന്നതുപോലെ ആമേൻ ചില ആമങ്ങളെ തകർത്തു. യെസ്, ഓ രാധാര ശിഖാരദരെ ശന്ധാർഗന യേശുവിൻ നാമത്തിൽ ആമേൻ ചില ആമങ്ങളെ തകർത്തുകൊണ്ട്, ചില ചങ്ങലകളെ തകർത്തുകൊണ്ട് ഇന്ന് ഈ ശബ്ദത്തിനൊപ്പം സ്തുതിക്കുന്ന ചിലർ പുറത്തു വരുവാൻ പോകുക. ഇതിനെ ബന്ധിച്ച ബന്ധനങ്ങളെ യേശു ഈ പകൽക്കാലം അഴിക്കുക. 2021 ബന്ധിച്ച ബന്ധനത്തെ, 2022 ബന്ധിച്ച ബന്ധനത്തെ, 2023 ബന്ധിച്ച ബന്ധനത്തെ, 2024 ബന്ധിച്ച ബന്ധനത്തെ, സഹോദരി, നിന്നോടുള്ള ദൈവാലോചനയുടെ പൂർത്തീകരണമായി 2025 പ്രാരംഭ മാസത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ബന്ധനമഴിഞ്ഞ് ഓ രാധാരാശിയാരാധന അമേൻ സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറയുക, അമേൻ സ്തോത്രം, നിങ്ങളോടുള്ള ദൈവാലോചനയുടെ നിവർത്തീകരണത്തിന്റെ ജനുവരി. അമേൻ യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങ് നിവർത്തീകരണവും പൂർത്തീകരണവും വരുത്തുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ലൈവിൽ വീക്ഷിക്കുന്നവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സകലരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതെ, നാം സന്തോഷത്തോടെ അപ്പൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അപ്പൻ ഒരുക്കി തന്ന ദിവസം അത്രേ. ഈ ദിവസം പ്രയോജനപ്പെടുത്തുവാൻ ഹോളിനകത്തായിരിക്കുന്നവർക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നവർക്കും കർത്താവ് അവസരം നൽകി. ഈ അവസരം അമേൻ ഇത് വലിയ കാര്യങ്ങളുടെ സമയമായി നിശ്ചയമായി മാറുക തന്നെ ചെയ്യും. അമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 26ാമത്തെ ദിവസം വലിയ സന്തോഷത്തിൻ്റെ
അനുഭവത്തിലൂടെ ഉപവാസത്തിൽ ആയിരിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആലയത്തിനകത്തും സ്തുതിയോടും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പല ടൈം ക്രമീകരിച്ച് ആയിരിക്കുന്നവർ, ഞങ്ങൾ ഉറങ്ങുവാനായി ആമേൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് തുടങ്ങുന്നവരും ഉണ്ട്. ആമേൻ, സ്തോത്രം. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഉറക്കത്തിലും നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുവല്ലോ. കർത്താവ് പിന്നെയും വിധത്തിൽ പ്രയോജനപ്പെടുത്തട്ടെ. അകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആമേൻ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് ആമേൻ മാറ്റി നിർത്തുവാൻ പറ്റാത്തൊരു പേരാണ് പ്രിയ രായമാൻഡിയുടെ പേര്. ഞങ്ങളുടെ ആദ്യത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ നമുക്കൊപ്പം ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആമേൻ സ്തോത്രം പ്രിയ ആൻറ്റി, ഈ പ്രാവശ്യം അതിലും അധികം സന്തോഷമുണ്ട്. അങ്കിളും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവാസത്തോടെ ആയിരിക്കുന്നു. ആമേൻ. നമ്മുടെ ദൈവം വലിയവനാണ്. അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ ഷാമും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കും. ആമേൻ സ്തോത്രം. ഈ ഉപവാസം എന്ന് പറയുന്നത് ഒരു രോഗം പോലെയാണ്. ഇതൊരു വ്യാധിയാണ്. ആമേൻ. ആരെങ്കിലും ഉപവസിച്ചു തുടങ്ങിയാൽ അടുത്തുള്ളവർക്ക് വേഗത്തിൽ വരും. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ സ്തോത്രം. ആരെങ്കിലും ആമേൻ ആമേൻ ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. ഓ ആരോ ചിലർ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പറ്റുന്നില്ല. ആമേൻ. പറ്റിയാൽ ആമേൻ ഇതൊരു പകർച്ചവ്യാധിയായി മാറും. ആമേൻ. ഇന്നൊരു തീരുമാനമെടുക്കുക. ആമേൻ. ഇന്ന് ആമേൻ എതിർക്കുന്നവരെ നോക്കണ്ട, പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്നവരെ നോക്കണ്ട, ഉപവസിക്കേണ്ടെന്ന് പറയുന്നവരെ നോക്കണ്ട, പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നവരെ നോക്കണ്ട. ആമേൻ. വേഗത്തിൽ വരും ദിവസങ്ങളിൽ നിനക്ക് മുമ്പേ ബൈബിളും എടുത്ത് വെള്ളയിട്ട് ഇറങ്ങുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തുതിക്കുന്നു. ഈ 31 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ചില ഭവനങ്ങൾക്കകത്ത് നിന്ന് അവൻ ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ ബൈബിളും എടുത്ത് വെള്ളയിട്ട് ഇറങ്ങുവാൻ പോകുക. ഈ വെള്ളം നമ്മുടെ ഉപദേശമൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ആമേൻ. അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥന ആമേൻ സ്തോത്രം കർത്താവ് നമുക്കൊരുക്കി തന്നു. ആമേൻ. വലിയ സന്തോഷങ്ങളിലൂടെ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒത്തിരി സാക്ഷ്യങ്ങളുടേതായ അനുഭവങ്ങളെ കർത്താവ് ഒരുക്കി നൽകി. ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസവും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് അവസരം നൽകി. പ്രഷർ ഫാമിലിക്കൊപ്പം ഏകദേശം 4 മാസങ്ങളായി ചേർന്ന് പ്രാർത്ഥിക്കുകയും ആ സ്തോത്ര മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലുള്ള ഉപവാസങ്ങളിൽ പങ്കുചേർന്ന് ഉപവസിക്കുകയും ചെയ്യുന്ന വാത്സല്യ സഹോദരി ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് കാനഡയിൽ പോകുവാനായി വിസയ്ക്ക് വേണ്ടി 8,50,000 രൂപ ഒരു ഏജന്റിന്റെ കയ്യിൽ ഭർത്താവ് അറിയാതെ ആമേൻ തൻ്റെ വീട്ടുകാരറിയാതെ ആരും അറിയാതെ കൊടുത്തു. എന്തിനാണ് ആരും അറിയാതെ കൊടുത്തതെന്ന് ചോദിച്ചാൽ ആമേൻ ആ സഹോദരന് ഇഷ്ടമാണ് ഈ സഹോദരി ജോലിക്ക് പോകുന്നത്. അവർ ഒരുമിച്ചാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇത്ര വലിയൊരു തുക കൊടുത്ത് പോകണം എന്ന ഒരു കാര്യം വരുമ്പോൾ ആ സഹോദരൻ പിൻവലിയും. ആമേൻ. അപ്പോൾ ആ സഹോദരൻ പറയും, വേണ്ട, അങ്ങനെ പൈസ കൊടുത്ത് പോകണ്ട, നമുക്ക് ആമേൻ നമുക്കായിട്ട് കർത്താവ് തരും, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നാൽ ഈ സഹോദരിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ സഹോദരി ആമേൻ ഭർത്താവ് അറിയാതെ തൻ്റെ ഉരുപ്പടികളും തൻ്റെ വിവാഹ സമയത്ത് മാതാപിതാക്കൾ തൻ്റെ പേരിന് നിക്ഷേപിച്ച ആ തുകയുമൊക്കെ കൂട്ടി 8.5 ലക്ഷം രൂപ ഏജന്റിന്റെ കയ്യിൽ കൊടുത്തു. ആമേൻ. ആസ് യൂഷ്വൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഏജന്റ് സുന്ദരമായി ആ പൈസയും കൊണ്ടുപോയി. ആമേൻ. സഹോദരിയുടെ അക്കൗണ്ടിലുള്ള പൈസ ഏജന്റിന്റെ അക്കൗണ്ടിലായി ആരോ ഭക്ഷിച്ചു പോയി. പോട്ടെ. ആമേൻ. 1.5 വർഷമായി ആ വലിയ വേദനയും നിരാശയും പുറത്താരോടും പറയുവാൻ കഴിയുന്നില്ല. ആമേൻ. ഇതെങ്ങനെ എൻ്റെ ഭർത്താവ് സ്വീകരിക്കും, ഭർത്താവ് എന്നെ എങ്ങനെ ഉൾക്കൊള്ളും, ഞാനിത് ഭർത്താവിനോട് എങ്ങനെ പറയും, അങ്ങനെ സങ്കടത്തോടെ ആയിരിക്കുമ്പോഴാണ് അവൻ ചില മാസങ്ങൾക്ക് മുമ്പ് ആ സഹോദരി പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുവാൻ ഇടയായി തീർന്നത്. ഇപ്പോൾ ആമേൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രിയപ്പെട്ടവർ അറിയാതെ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി പണി കിട്ടിയ ചിലർ കേൾക്കുന്നുണ്ട് യേശുവിൻ നാമത്തിൽ. ആമേൻ. നിന്നോട് ഇന്ന് പകൽ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഈ വർഷം ആമേൻ 3-ാം മാസം കഴിയുന്നതിന് മുമ്പേ നിന്റെ ചില ഇടപാടുകളിൽ ആമേൻ നിന്റെ കുടുംബം അറിയാതെ, നിന്റെ പ്രിയപ്പെട്ടവർ അറിയാതെ നീ നടത്തിയ ചില ഇടപാടുകൾക്കകത്ത്, ചില തിരിമറികൾക്കകത്ത് നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുന്ന ദൈവം വലിയൊരു പരിഹാരം വരുത്തുവാൻ പോകും. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരി ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആമേൻ. ഈ കഴിഞ്ഞ സ്തോത്രം 1-ാം തീയതി മുതൽ പ്രിയ സഹോദരിയും ഉപവാസത്തോടെ പകൽ മുഴുവൻ, രാത്രി ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനൊപ്പം ആഹാരം കഴിക്കും. സ്തോത്രം 20-ാം തീയതി വരെ, 19-ാം തീയതി ഉപവാസമായി. 20-ാം തീയതി ആയപ്പോൾ ആമേൻ പൈസ കൊടുക്കാതെ തന്നെ, ആ പൈസ പോയി കേട്ടോ, ആമേൻ, പൈസ കൊടുക്കാതെ തന്നെ കാനഡയിൽ നിന്ന് ആ സഹോദരിക്കൊരു വിസ വരികയുണ്ടായി. ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി ആ സഹോദരിയും സഹോദരനും ഒരുമിച്ച് ആ രാജ്യത്തേക്ക് കടന്നു പോകും. ആമേൻ.
ചിലത് നഷ്ടപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും ആവർത്തിച്ച് പറയുന്നു, നിന്റെ നഷ്ടങ്ങളെ നികത്തുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി 2025 പ്രാരംഭ ദിവസങ്ങളിലുണ്ട്. എത്ര പേർ സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയും? ആമേൻ. 2024 നഷ്ടങ്ങളെ നികത്തുന്ന ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് ചിലരെ കരം പിടിച്ച് നടത്തുക. രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്നു തരുന്ന ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് ചിലരെ കരം പിടിച്ച് നടത്തുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ വിധത്തിൽ വലിയ സാക്ഷ്യങ്ങൾ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ തന്നെ ആയിരിക്കുന്നു. ആ സർവ കൃപാലുവായ ദൈവം തുടർന്നും നമ്മുടെ മധ്യത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുത്. സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ഏറ്റവും വലിയ വേദനയ്ക്ക്, ആ ഏറ്റവും വലിയ സങ്കടത്തിന്, ആ ഏറ്റവും വലിയ ചോദ്യത്തിന്, എന്താ കർത്താവേ, ഞാൻ ഇത്ര കരഞ്ഞിട്ടും, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്ര നിലവിളിച്ചിട്ടും എന്താ കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത? എന്താപ്പാ നീ എൻ്റെ കരച്ചിൽ കാണാത്ത? ഞാൻ നിന്ദിക്കപ്പെട്ടിട്ടും, ഞാൻ അപമാനിക്കപ്പെട്ടിട്ടും, ആരും എഴുന്നേറ്റ് വരാത്ത സാഹചര്യത്തിൽ ഞാൻ ചവിട്ടി തേക്കപ്പെട്ടിട്ടും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നുവല്ലോ അപ്പാ, ഞാൻ അങ്ങിൽ തന്നെ വിശ്വസിക്കുന്നുവല്ല കർത്താവേ, പിന്നെന്താപ്പാ? അമേൻ. നിന്റെ ചോദ്യത്തിന് കർത്താവ് ഇന്ന് ഉത്തരം തരിക. അമേൻ. ഹല്ലേലൂയ. ആ രോഗത്തെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുക. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഒത്തിരി പ്രതീക്ഷിച്ച, അമേൻ, എന്നാൽ അടഞ്ഞുപോയ വഴിയെ 26-ാമത്തെ ദിവസം കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരിക. യേശുവിൻ നാമത്തിൽ. യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വായിച്ച വചനത്തിന് മുമ്പിൽ ഒപ്പം താഴ്ത്തുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, ഈ ഉപവാസ പ്രാർത്ഥന 26-ാമത്തെ പകൽക്കാലം തെല്ലുപോലും അളവ് കുറയാതെ ഈ ജനത്തിനുമേൽ പകരപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. കാത്തിരിപ്പുകൾ കരുതി വരുത്തുന്ന, കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുന്ന, വേദനകളും നിരാശകളും മാറിപ്പോകുന്ന, അത്ഭുതങ്ങൾ കാണുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസത്തെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം ആശീർവാദം പറഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പേ കർത്താവെ അങ്ങിൽ നിന്ന് പ്രാപിച്ചു, അങ്ങനെ തൊട്ടു, അങ്ങനെ സന്ദർശിച്ചു. ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം, ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് മുമ്പിൽ പ്രത്യാശയുടെ വാതിലുകൾ അടഞ്ഞു പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, വചനത്തിലൂടെ അങ്ങയുടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ടെ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. നിൽക്കുന്നതല്ല, അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു. ഈ വാക്യത്തിന് അല്ലെങ്കിൽ ഈ വാക്യത്തിന് ആധാരമായിരിക്കുന്ന സംഭവങ്ങൾക്ക് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വൻ കാര്യങ്ങളുടെ അല്പസമയം, അഥവാ വലിയ കാര്യങ്ങളുടെ ചെറിയ സമയം. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പമായിരിക്കുന്ന ഈ ചെറിയ സമയം, ഈ അല്പസമയം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. നീ ലജ്ജിച്ചു പോകുവാൻ ഇടവരാത്ത ദൈവം ഈ പകലിലും ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, ഈ അല്പസമയം നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമായി മാറുവാൻ പോകുക. നിനക്ക് ഓർത്തെടുക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ തുലവും തുച്ഛമായി തീർന്ന ഈ സമയം പല
പലവിധ ചിന്തകളാൽ, പലവിധ ആകുലതകളാൽ ഇതിനകത്തായിരിക്കുമ്പോൾ തിരിച്ചറിയ ഈ സമയം നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കി മാറ്റുന്ന, ഏറ്റവും വലിയ സമയമാക്കുന്ന യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ആ യേശു വന്നിട്ടുള്ളത് കൊണ്ട് ഈ അല്പസമയം, ഈ ഞായറാഴ്ച പകൽക്കാലത്തിന്റെ അല്പസമയം നിന്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളുടെ സമയമായി മാറുവാൻ പോകുക. നിന്റെ തൊഴിലിന്റെ വലിയ കാര്യങ്ങളുടെ സമയമായി മാറുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിലെ വലിയ കാര്യങ്ങളുടെ സമയമായി മാറുവാൻ പോകുക. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിലെ വലിയ കാര്യങ്ങളുടെ സമയം, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളുടെ വലിയ കാര്യങ്ങളുടെ സമയമായി ഈ അല്പസമയം മാറുവാൻ പോകുക. നോക്കൂ, ഒരു ചെറിയ സമയം യേശു ആമേൻ ഒരു ഭവനത്തിനകത്തു നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയ കൂട്ടം. അത് എത്രത്തോളം തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്രത്തോളം അകലേക്ക് അകന്നിരിക്കുന്നു എന്നതിന് കാരണം എൻ്റെ ശബ്ദം നിങ്ങൾ ഈ സാഹചര്യത്തിൽ എത്ര അകന്നിരുന്നാലും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ കേൾക്കണമെന്ന ആവശ്യക്കാരനെങ്കിൽ ഏറ്റവും ചേർന്നിരിക്കും. അങ്ങനെയെങ്കിൽ യേശു അന്ന് ഇതുപോലെ വലിയൊരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ മധ്യത്തിൽ നിന്നല്ല ശുശ്രൂഷിച്ചതും സംസാരിച്ചതും. ആമേൻ. തൻ്റെ ശബ്ദം കൊണ്ട് യേശു, ആ ശബ്ദത്തെക്കുറിച്ച് മത്തായി പറയുന്നു, അവൻ തിരുവായ് മൊഴിഞ്ഞ് അരുളി ചെയ്തു. അർത്ഥം, അവൻ എരുമ അലറുന്നത് പോലെ അലറിയില്ല, മറിച്ച് മധുര മനോഹരമായ ശബ്ദത്തിലാണ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും തിങ്ങി ആ ശബ്ദം കേൾക്കുവാൻ ഏറ്റവും തിങ്ങി വലിയ കൂട്ടം ഉണ്ടായിരുന്നു. ആ ഭവനത്തിനകത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ കൂട്ടം ആൾക്കാർ വരുന്നു. ആൾക്കാർ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, ജനം സന്തോഷത്തോടെ മടങ്ങുന്നു. തിരക്ക് പിടിച്ച അനുഭവം. ആമേൻ. അവിടെ ആമേൻ സ്തോത്രം, ആ യേശു ആമേൻ സന്നിധിയിൽ ഒരല്പസമയം ഒരു വ്യക്തിക്കും അവനൊപ്പമുള്ള 4 പേർക്കും ഉണ്ടാകുകയാണ്, അഥവാ 5 പേർക്ക് ഉണ്ടാകുകയാണ്. 5 എന്ന സംഖ്യ വേദപുസ്തകത്തിൽ എവിടെ കണ്ടാലും നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് വരേണ്ട ഒരു കാര്യം 5 കൃപയുടെ സംഖ്യയാണ്. ആമേൻ. 5 കൃപയുടെ സംഖ്യയാണ്. ബെഥേസ്ദ കുളക്കടവിന് 5 കൽമണ്ഡപങ്ങൾ ഉണ്ട്, അവിടെ കൃപയുണ്ട്. ആമേൻ. 5 കൃപയുടെ സംഖ്യയാണ് യേശുവിൻ നാമത്തിൽ. ഇന്ന് ഈ പകലിലും ആമേൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തീയതിയെ പ്രവചിച്ചു പറയട്ടെ, വരുന്ന 5-ാം തീയതി ആമേൻ ദൈവത്തിന്റെ കൃപ ചിലരെ തേടി വരുവാൻ, ഓ യെസ് യേശുവിൻ നാമത്തിൽ, വരുന്ന ഫെബ്രുവരി മാസം 5-ാം തീയതി, യെസ് യേശുവിൻ നാമത്തിൽ, നോട്ട് ചെയ്തവർ നോട്ട് ചെയ്തു വെച്ചോ, ഫെബ്രുവരി മാസം 5-ാം തീയതി ദൈവകൃപ, ഓ പ്രാധാന ശഖ ഹൃദയ ശന്താർഗൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. കേൾക്കണമേ, 5 കൃപയുടെ സംഖ്യയാണ്. നോക്കൂ, ഈ 5 പേരും ആമേൻ സ്തോത്രം ആ യേശുവിൻ്റെ അടുക്കലെത്തുവാൻ വേണ്ടി ശ്രമിച്ചു. യേശുവിൻ്റെ അടുക്കൽ 4 പേർ ചേർന്ന് 5-ാമനെ ഇറക്കി വെച്ചു. അവൻ എത്ര സമയം ഇറക്കി വെച്ച് കാണും? മണിക്കൂറുകളോ ദിവസങ്ങളോ ഒന്നുമില്ല, ഒരല്പസമയം. ആ അല്പസമയം തുടർന്ന് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും ഒരു വലിയ കാര്യം അവിടെ സംഭവിക്കുക. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വലിയ കാര്യം എന്താണ്? ആമേൻ. കിടക്കയിലാക്കിയ പിശാച് ആമേൻ സ്തോത്രം ആമേൻ കിടക്കയോടെ ആമേൻ സ്തോത്രം അവൻ നടക്കുന്നത് കണ്ട് ടാറ്റ പറഞ്ഞ് പോയി കാണണം. ആമേൻ. ആ പിശാച് അവനെ കിടക്കയിലാക്കി ഒരു പക്ഷപാത രോഗിയാക്കി 4 പേർക്ക് ഒരു ഭാരമായി ബാധ്യതയാക്കി മാറ്റിയ പിശാച് ആമേൻ യേശു അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ദൂരെ മാറി നിന്ന് ടാറ്റ പറഞ്ഞ് കണ്ണുനീരോടെ, മോനെ ഇനി നീയും ഞാനുമായൊരു ബന്ധവുമില്ല. ചിലർ കിടക്ക എടുത്ത് നടക്കുമ്പോൾ പിശാച് മാറി നിന്ന് കരയുവാൻ പോകുക. ആമേൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ ചെറിയ സമയം നിന്റെ ജീവിതത്തെ സമൂലമായി മാറ്റുന്ന വലിയൊരു പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യുക. ഉപവാസ പ്രാർത്ഥന 26-ാമത്തെ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ഈ അല്പസമയം നീ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അല്പസമയം കർത്താവായ യേശുവിലൂടെയുള്ള ഒരു വലിയ കാര്യം നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ മുഴുവൻ മാറ്റിക്കളയുന്ന, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നിന്റെ അനുഭവങ്ങളെ മാറ്റിക്കളയുന്ന, നിനക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ മാറ്റിക്കളയുന്ന, ഓ സ്തോത്രം, നിന്നെക്കുറിച്ച് ലോകത്തിനുള്ള അഭിപ്രായങ്ങളെ മാറ്റിക്കളയുന്ന വലിയ കാര്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത, ഒപ്പമുള്ളവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വലിയ കാര്യം. സഹോദരിയെ കേൾക്ക്, ആ വലിയ കാര്യം ഇന്ന് ഈ അല്പസമയം കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. Hallelujah.
ആമേൻ. സ്തോത്രം. അല്പസമയം ഒരു വലിയ കാര്യം പിശാച് കിടക്കയിലാക്കി 4 പേരുടെ തോളിലാക്കിയവനെ യേശു പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. ആമേൻ. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. പിശാച് കിടക്കയിലാക്കിയ ചിലതിനെയൊക്കെ യേശു പറഞ്ഞ് വീട്ടിലേക്ക് വിടും. ആമേൻ. സ്തോത്രം. ഇനിയും മറ്റുള്ളവരുടെ തോളിൽ ഭാരമായിരിക്കുവാൻ, ഇനിയും മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. എളുപ്പമാണ് കേട്ടപ്പോൾ. ആമേൻ. മനോഹരമായി പ്രസന്റ് ചെയ്തു, സന്തോഷത്തോടെ കേട്ടു. ചെറിയ സമയം വലിയൊരു കാര്യം, ആ മനുഷ്യൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റുന്ന വലിയൊരു കാര്യം സംഭവിച്ചുവല്ലോ. പക്ഷേ ആ ചെറിയ സമയത്തിനായി, വലിയ കാര്യങ്ങളുടെ ചെറിയ സമയത്തിനായി ഒരു വലിയ ഒരുക്കം ഉണ്ടായിരുന്നു. ആമേൻ. ഈ 26-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഇടപെടുവാനുള്ളത് ആ ഭാഗത്തിലൂടെയാണ്. ആമേൻ. ശ്രദ്ധിക്കണമേ. ആ വലിയ കാര്യത്തിനായി, ചെറിയ സമയം കൊണ്ട് നേടിയെടുത്ത വലിയ കാര്യത്തിനായി വലിയൊരു ഒരുക്കം ആവശ്യമായിരുന്നു. സമയം കുറച്ച് മതി, പക്ഷേ ഒരു ഒരുക്കം ആവശ്യം ആണ്. ഒന്നാമത്തെ ആമേൻ. സ്തോത്രം. ആ ഒരുക്കത്തിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ, കിടപ്പിലായി പോയ പക്ഷപാത രോഗിയെ 4 പേർ ചുമന്നു. ആമേൻ. ഹല്ലേലൂയ. കിടപ്പിലായി പോയതിനെ, വീണു പോയതിനെ 4 പേർ ചുമന്നു. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ. സ്തോത്രം. ആ വീണ് കിടന്നവനെ 4 പേർ ചുമക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. വീണുപോയ ചിലതിനെ, നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം പറയുന്ന, നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്ന, നമ്മുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു തരുന്ന ചിലതിനെ ചുമക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയും, ഇട്ട് കളയണ്ട. ആമേൻ. അത് നഷ്ടപ്പെട്ടു പോയി, അതിന് തിരികെ കിട്ടത്തില്ല, അതിന് പ്രയോജനപ്പെടത്തില്ല. സ്തോത്രം. അങ്ങനെ പ്രയോജനപ്പെടാത്തതൊന്നുമില്ല. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കരങ്ങൾക്ക് ബലമുണ്ടോ? വീണുപോയ ചിലതിനെ യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, വീണുപോയ ചിലതിനെ ചുമക്കുവാൻ നിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ടോ? രാധീരേ ശന്ധാർഗൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. വീണുപോയി അഥവാ കിടപ്പിലായി. അർത്ഥമെന്താണ്? ആമേൻ. പ്രയോജനമില്ലാത്തതായി തീർന്നു, ഉപകാരമില്ലാത്തതായി തീർന്നു. ആമേൻ. പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശയായി, പ്രതീക്ഷയായി, ഊർജ്ജമായി മാറുവാനുള്ള ഒത്തിരി പേരുണ്ട്. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ നന്മകളുണ്ട്, നമ്മുടെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ കാണുന്നതാണ്, അനുഭവിക്കുന്നത്. എന്നാൽ ഈ വീണുപോയ അനുഭവങ്ങളോടുള്ള, വീണുപോയവരോടുള്ള നമ്മുടെ സമീപനം പലപ്പോഴും എങ്ങനെയാണ്? ആമേൻ. നമുക്ക് ഈ വിധത്തിലുള്ള അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ എളുപ്പ വഴിയുണ്ട്. വീണുപോയതിനെ, വീണുപോയവരെ വിട്ടുകളയുക. എന്നിട്ട് ഒപ്പം ചേർത്ത് പറയുവാൻ ഒരു പഴഞ്ചൊല്ലും കൂടെ ലോകം നമുക്ക് പഠിപ്പിച്ചു തരും, പുകഞ്ഞ ഒളി പുറത്ത്. ആമേൻ. സ്തോത്രം. ആമേൻ. നഷ്ടപ്പെട്ടു പോയതിനെ വിട്ടുകളയുവാനും ലോകം നമ്മെ പഠിപ്പിക്കും. ലോകം പറയും അത് നമുക്കുള്ളത് അല്ലേ അല്ല. സ്തോത്രം. ലോകം പറയും ഇട്ടുകളയ്, ഇട്ടുകളയ്. ആമേൻ. സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വേദപുസ്തകം പറയുന്നു, ഈ 2025 പ്രാരംഭ മാസത്തിൽ കർത്താവ് പറയുന്നു, ആ വീണു പോയതിനെ നീ എടുക്ക്. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രയോജനമില്ല എന്ന് നിന്റെ ബുദ്ധി പറയുന്നതിനെ എടുക്ക്. യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് പറയുക. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് പ്രയോജനപ്പെടാത്തതൊന്നും എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തന്നിട്ടില്ല. മാതാവേ, പിതാവേ, നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത മക്കളെ നിങ്ങൾ പ്രസവിച്ചിട്ടില്ല. ആമേൻ. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നന്മകൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത കുടുംബജീവിതം നിങ്ങൾക്കുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്തതൊന്നും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്നിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആ വീണുപോയതിനെ ഒന്ന് എടുക്കുവാൻ തയ്യാറാകും. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അவ்விധത്തിൽ യേശുവിൻ്റെ അടുക്കൽ
അടുക്കലേക്ക് ഒരു വ്യക്തിയുടെ, ഒരു ബാല്യക്കാരൻ്റെ കയ്യിലിരുന്നെത്തുന്ന 5 അപ്പത്തെയും 2 മീനിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ആ അപ്പത്തിൻ്റെ തൽസ്ഥിതി എന്താണ്? നിങ്ങൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള അത്ഭുത സാക്ഷ്യമാണ് പ്രസ്തുത സാക്ഷ്യം. ആമേൻ. ആ 5 അപ്പത്തിന് അപ്പോൾ എത്ര ദിവസത്തെ പഴക്കമുണ്ട്? 3 ദിവസത്തെ പഴക്കമുണ്ട്. ശ്രദ്ധിക്കുമല്ലോ, 3 ദിവസത്തെ പഴക്കമുള്ള അപ്പം, ഇന്നത്തെ പോലെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ലാത്ത അപ്പം, പിറ്റേ ദിവസമായാൽ അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ ക്രമിച്ചു പോകുന്ന, പൂത്തുപോകുന്ന, ഉപയോഗമില്ലാത്ത അപ്പം. ആമേൻ. ഈ അപ്പത്തിനൊപ്പം എന്തുണ്ട്? മീനുണ്ട്. ആമേൻ, സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഉണക്കമീനാണെങ്കിൽ കുറച്ച് ദിവസം ഇരുന്നേക്കും. എന്നാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉണക്കമീനോ എന്ത് മീനോ ആകട്ടെ, ഈ മീനും അപ്പവും ഈ ചെക്കൻ്റെ കയ്യിൽ 3 ദിവസം ഇരിക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? അന്ന് ഈ കാലഘട്ടത്തിൽ, ഈ സുവിശേഷം രേഖപ്പെടുത്തപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഒരു ഭക്ഷണ സാധനം സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള കവറുകളോ മറ്റൊരു സാഹചര്യങ്ങളോ ഇല്ല. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തുണി കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു സഞ്ചിയിലോ എങ്ങനെയെങ്കിലും സൂക്ഷിക്കും. ഞാൻ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെന്ന് പറയുവാൻ കാരണം ഈ 5 അപ്പവും 2 മീനും 5000 പേരുടെ ഇടയിൽ പുറത്ത് കാണിച്ചുകൊണ്ട് ഒരുത്തന് നിൽക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ആമേൻ സുരക്ഷിതമായി വയ്ക്കുവാൻ വേണ്ടി അതിനെ നശിപ്പിച്ചായിരിക്കും 3 ദിവസം അവൻ കയ്യിൽ വെച്ചിരുന്നത്. ആമേൻ. അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഉണ്ട്, അവനൊരു സന്തോഷമൊക്കെ ഉണ്ട്, എൻ്റെ ഉണ്ട്. പക്ഷേ അതിരുന്ന് ഞെരുങ്ങി പിതുങ്ങി വിമ്മി പൂത്ത് മീൻ ആമേൻ ചീത്തയായി, അപ്പത്തെ മോശമാക്കി, അപ്പം പൂത്ത് മീനിനെ കായ്പിച്ചു. അങ്ങനെ വല്ലാത്തൊരു പരുവത്തിലായി പ്രയോജനപ്പെടാത്ത, ഒന്നിനും കൊള്ളാത്ത 5 അപ്പവും 2 മീനും. 5 അപ്പവും 2 മീനും. ഈ 5 അപ്പവും 2 മീനും ആമേൻ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കും കണ്ടത്? നിങ്ങളൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് വന്ന് പറയുക, ഒരുത്തൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്നൊരു കരച്ചിൽ കരഞ്ഞാണ്, കർത്താവേ ഞാൻ കഷ്ടപ്പെട്ട് പൊതിഞ്ഞുകൊണ്ട് വന്ന ഇതാ ഈ അവസ്ഥയിലായല്ലോ, പൂത്തുപോയല്ലോ, ഇല്ലാത്തതായല്ലോ. പകുതി പരിഹാസത്തോടെ അല്ലെങ്കിൽ പകുതി തമാശ പോലെ ആയിരിക്കണം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്. യേശുവേ, ഇവിടെ ഒരുത്തൻ്റെ കയ്യിൽ ഒരു 5 അപ്പവും 2 മീനും ഉണ്ട്, അതല്ലാതെ ഞങ്ങൾ കൂട്ടിയാ കൂടത്തില്ല. ആമേൻ, സ്തോത്രം. ചിലരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ കൂട്ടിയാ കൂടത്തില്ല. നീ കൂട്ടിയാ കൂടത്തില്ല, പക്ഷെ കൂട്ടുവാൻ കഴിയുന്ന ഒരുത്തൻ ഇന്ന് പകലിൽ വന്നിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങൾ കൂട്ടിയാ കൂടത്തില്ല. നിങ്ങൾ കൂട്ടിയാ കൂടത്തില്ല. നിങ്ങൾ കൂട്ടിയാൽ 2024 തന്നെ ആവർത്തിക്കും. നിങ്ങൾ കൂട്ടിയാൽ കഴിഞ്ഞ നാളുകളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ആവർത്തിക്കും. പക്ഷേ കൂട്ടിയാൽ കൂടുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. നസ്രയനായ യേശു വന്നിട്ടുണ്ട്. നീ കൂട്ടിയാൽ കൂടാത്തതിനെ യേശു ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി കൂട്ടിത്തരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ, സ്തോത്രം. നോക്കൂ, ആ പ്രയോജനമില്ലാത്തതായി തീർന്ന, അതിൻ്റെ ഉടമസ്ഥനായ ബാല്യക്കാരനെ സങ്കടപ്പെടുത്തിയ, ശിഷ്യന്മാർക്ക് പോലും തമാശ പറയുവാൻ തോന്നിയ വിധത്തിലുള്ള ആ 5 അപ്പത്തെയും 2 മീനിനെയും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അല്ലെങ്കിൽ അതിനെ വീണ്ടും കരങ്ങളിലെടുക്കുവാൻ ആ ബാല്യക്കാരൻ തയ്യാറായി. സ്തോത്രം. യേശുവിൻ്റെ അടുക്കലേക്ക് അത് എത്തിച്ചേർന്നു. വചനം പറയുന്നു, ആ പ്രയോജനമില്ലാത്തതായി തീർന്ന, പൂത്തുപോയ, ആ മീനിനെ ചീത്തയാക്കിയ, അപ്പത്തെ ചീത്തയാക്കിയ, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായ ആ 5 അപ്പവും 2 മീനും 5000-ൻ്റെ ശേഷിപ്പിന്, തിന്നുള്ള ശേഷിപ്പിന് കാരണമായി മാറി. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ, പ്രയോജനമില്ല എന്ന്, ഇനി ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നീ കളയുവാൻ തക്കവണ്ണം മാറ്റിവച്ചിരിക്കുന്ന ചിലതിനെ, മാറ്റിവച്ചിരിക്കുന്ന ചിലരെ എൻ്റെ കർത്താവ് ഈ വർഷം പ്രയോജനപ്പെടുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇനി ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല എന്ന്. അത് ചീത്തയായി പോയി, നീ അതറിയുന്നുണ്ട്. വേറെ ആരും പറഞ്ഞിട്ടല്ല. സഹോദരി, നിന്റെ കുടുംബജീവിതം അത് ചീത്തയായി പോയി, നീ അതറിയുന്നുണ്ട്. സഹോദര, നിന്റെ കുടുംബജീവിതം അത് ചീത്തയായി പോയി, നീ അതറിയുന്നുണ്ട്. നിന്റെ തൊഴിൽ മേഖല അത് ചീത്തയായി പോയി, അത് പ്രയോജനമില്ലാത്തതായി തീർന്നു. ഇനി അതുകൊണ്ടൊരു ഉപയോഗമില്ല. നിന്റെ സ്തോത്രം, നിന്റെ തലമുറകളെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല, ഇനി ഒരു ഉപയോഗമില്ല. നീ അത് തിരിച്ചറിയുന്നുണ്ട്, നീ അത് തിരിച്ചറിയുന്നുണ്ട്. കേൾക്ക്, നിന്റെ തിരിച്ചറിവല്ല. ആമേൻ. എന്റെ യേശുവിന്റെ കയ്യിലൂടെ ഒരു അത്ഭുതം ഇന്ന് സംഭവിക്കുവാൻ പോകുക, യേശുവിൻ നാമത്തിൽ. ആമേൻ.
ഹല്ലേലൂയ. നിനക്ക് പോലും പ്രയോജനപ്പെടാത്തതിനെ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. നിനക്ക് പോലും പ്രയോജനപ്പെടാത്തതിനെ വലിയൊരു കൂട്ടത്തിന് പ്രയോജനമുള്ളതാക്കി എൻ്റെ യേശു മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അത് നിനക്ക് പ്രയോജനപ്പെട്ടില്ല, ഇനി പ്രയോജനപ്പെടുമോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ, വലിയൊരു കൂട്ടത്തിന് അത് യേശുവിൻ നാമത്തിൽ. യേശു വലിയൊരു കൂട്ടത്തിന്, ദേശത്തിന്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് പ്രയോജനമായി. Thank you, Lord. Amen. Hallelujah. സ്തോത്രം. ആമേൻ. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനൊപ്പം പറഞ്ഞൊരു കാര്യമാണ്. ആമേൻ. നിനക്ക് പോലും പ്രയോജനപ്പെടാത്തത് നിനക്ക് പ്രയോജനപ്പെടുമോ എന്നറിയത്തില്ല. അത് പറയാനുള്ള കാരണം, ഈ പൂത്ത അപ്പം 5000 പുരുഷന്മാർ മാത്രം, അപ്പോൾ ഏകദേശം 19,000 പേര് അവിടെ കാണും, പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൂടെ. ഇവർക്ക് മൊത്തം തിന്നാൻ കണക്കിന് പാകമായെങ്കിൽ ലവന് തീറ്റി തിന്നാൻ വാ തുറക്കാൻ പറ്റുമോ? അവൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഒരു നിപ്പ് നിന്നാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കയ്യിലിരുന്ന അപ്പമാണോ ഈ വർദ്ധിച്ച് പെരുകി ഈ 5000-നെ പോഷിപ്പിക്കുന്നത്? യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും വിധത്തിൽ, നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ, നിനക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം പ്രയോജനമില്ലാത്ത ചിലരെ ഈ വർഷം നിനക്ക് മുമ്പിൽ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഓ ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇട്ട് കളയരുതേ. ആമേൻ. സ്തോത്രം. 2025 നമ്മൾ ഇട്ട് കളയാനുള്ളവരല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മോശ വടി താഴെ ഇട്ടപ്പോൾ എന്തായി? പാമ്പായി. അപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? ആമേൻ. മോശേ, പാമ്പാണോ എന്നാ ഓടിക്കോ? ഇല്ല. കർത്താവ് പറയാം, നീ വാലി പിടിച്ചെടുക്ക്. ഏത് പാമ്പിനെയും വാലി പിടിച്ചെടുക്കാനുള്ള ഒരു അഭിഷേകം. ആമേൻ. 2025 ആമേൻ, ചില പാമ്പുകളെ വാലിൽ പിടിച്ചെടുക്കുവാനുള്ള ഒരു അഭിഷേകത്തെ കർത്താവ് സഭയ്ക്കകത്ത് നൽകിയ എന്നെ കേൾക്കുന്ന ചിലർക്ക് ആമേൻ, ചില പാമ്പുകളെ കൊത്തി മുറിപ്പെടുത്തുന്ന, വിഷം ചീന്തുന്ന ചില പാമ്പുകളെ യേശുവിൻ നാമത്തിൽ. Thank you, Lord. Hallelujah. സ്തോത്രം. ആമേൻ. നിങ്ങളവിടെ ഇങ്ങനൊന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പാമ്പാണ്. ആമേൻ. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ പാമ്പിൻ്റെ വാലെ പിടിക്കാൻ ഒരു മോശ തയ്യാറായപ്പോൾ ആ വടി ഒരു പോക്ക് പോയി. ആമേൻ. അത് ചെങ്കടലിനെ പിളർന്നുകൊണ്ടൊരു പോക്ക് പോയി. അത് സമാഗമന കൂടാരത്തിനകത്ത് കായ്ച്ച് തളർത്തുകൊണ്ടൊരു പോക്ക് പോയി. ആമേൻ. അത് ചെങ്കൽ പാറ അടിച്ചു പിളർന്ന് ഭൂഗർഭത്തിനകത്ത് സൂക്ഷിച്ചു വച്ചിരുന്ന വെള്ളത്തെ പുറത്തു കൊണ്ടുവന്ന് യേശുവിൻ നാമത്തിൽ. അങ്ങനെയെങ്കിൽ ദൂത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. 2024-ലും ഈ 26 വരെയുള്ള ദിവസങ്ങളിലും അത് പാമ്പാ. നീ കൈനീട്ടി വാലെ പിടിക്കുമെങ്കിൽ ആമേൻ, ചില ചെങ്കടലിനെ പിളർന്നുകൊണ്ട് ആ വടിയൊരു പോക്ക് പോകാൻ പോകും. ആമേൻ. ഹല്ലേലൂയ. മരുഭൂമി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വെള്ളത്തെ തീക്കൽ പാറയുടെ ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം മോശയുടെ കയ്യിലിരുന്ന വടിയായി ആ സർപ്പത്തെ മാറ്റിയ ദൈവം വിഷം ചീന്തുന്ന ചില സർപ്പങ്ങളെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. ദൈവസഭ അനന്യാസിനെ മാത്രമല്ല എടുക്കുന്നേ, പൗലോസിനെയും എടുക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭയ്ക്ക് ഒരു അധികാരമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിലാണ് ചിലതിനെ തള്ളിക്കളയേണ്ടി വരുന്നത്, സഭയ്ക്ക് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ആമേൻ. നീ അധികാരമുള്ളവനാണെങ്കിൽ, അഭിഷേകമുള്ളവനാണെങ്കിൽ ആമേൻ, തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ആമേൻ. പാമ്പിനെ വടിയാക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? 5 അപ്പത്തിനും ആ 2 മീനിനും അതവൻ്റെ കയ്യിലിരുന്ന് യേശുവിൻ്റെ അടുക്കലേക്കെത്തി. ആമേൻ. ലോകത്തിൽ അത് പ്രയോജനമില്ലാത്തതാണ്. നമ്മൾ കാണുന്ന പലതും, നമ്മൾ അറിയുന്ന പലതും ലോകത്തിൻ്റെ അളവുകളിലൂടെ നോക്കിയാൽ, ലോകത്തിൻ്റെ ചില മീറ്റേഴ്സ് ഉണ്ടല്ലോ. നമ്മളൊരു മനുഷ്യനെ കൊള്ളാകുന്നവരും
കൊള്ളരുതാത്തവരുമാക്കി തരംതിരിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലൂടെ നോക്കിയാൽ ഒരുപക്ഷെ കൊള്ളാത്തവരോ കൊള്ളാത്തതോ ഒക്കെ ആയിരിക്കും ലോകത്തിന്. പക്ഷേ യേശുവിൻ്റെ പക്കൽ അவ்விധത്തിൽ ഒരു സംഭവം ഇല്ല. ആമേൻ. ആ അളവുകൾ യേശുവിൻ്റെ അടുക്കൽ ഇല്ല. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ കൊള്ളാത്തതിനാണ് സാധ്യതകളുള്ളത്. ആമേൻ. ലോകത്തിന് കൊള്ളാത്തതിനെ ആമേൻ പ്രയോജനപ്പെടുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഏതിനെയും ഏതവനെയും പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മോശയുടെ കയ്യിലിരുന്ന വടി ഞാനായിരുന്നു. ആമേൻ. ആമേൻ. പാമ്പ് തന്നെ ആയിരുന്നു. പക്ഷേ അതിനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ എനിക്ക് മുമ്പേ ചിലർ തയ്യാറായപ്പോൾ ആമേൻ ഞാൻ ആമേൻ സ്തോത്രം ചെങ്കടലുകൾ പിളർക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങുന്നവർക്ക് വഴി ഒരുക്കുവാനും കഴിവുള്ള ഒരു വടിയായി മാറിയെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പ്രയോജനപ്പെടുത്തിയ കർത്താവിന് ആമേൻ ഒരുത്തനെയും പ്രയോജനപ്പെടുത്തുന്ന കാര്യം വലിയ പാടുള്ള വിഷയം അല്ല. ആമേൻ. നിങ്ങൾ ഏത് പ്രയോജനപ്പെടത്തില്ല എന്ന് കരുതുന്നതായിരുന്നാലും ആമേൻ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും. അതുകൊണ്ട് ആമേൻ എടുക്കുന്ന ഭാരവുമായിട്ട് പിന്നിലേക്കല്ല, നാട്ടുകാരുടെ അടുക്കലേക്കല്ല, ലോകത്തിലേക്കല്ല, അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുക. അവൻ അവർ ആ ഭാരത്തെ എടുത്തു, ആ സുഹൃത്തെന്ന ഭാരത്തെ അവർ എടുത്തു. അവൻ ബാധ്യതയാണ്, അവൻ കിടക്കയിലായി പോയവനാണ്. ഒരുപക്ഷെ അവൻ്റെ വീട്ടുകാരൊക്കെ അവനെ ഉപേക്ഷിച്ചു കാണും. അവൻ ഇനി ഒരു പ്രശ്നമാണല്ലോ, ഇനി ഞങ്ങൾക്കൊരു ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ളവരെല്ലാം ഉപേക്ഷിച്ചു കാണും. അവൻ നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോഴും ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞുതരാം. ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളർത്താൻ പിടിച്ചാലും ഗിയോം കൊല്ലാൻ പിടിച്ചാലും ഗിയോ. അവൻ ഈ കോഴിക്ക് അറിയത്തില്ല വളർത്താനാണോ കൊല്ലാനാണോ പിടിക്കുന്നത്. ഇതുപോലെ അവൻ വലിയ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അനുഗ്രഹീതമായൊരു കൺവെൻഷൻ നമുക്ക് നടത്തുവാൻ കർത്താവ് കൃപ നൽകി. ആമേൻ. അപ്പോൾ ആ കൺവെൻഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? ആമേൻ. ദേശത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ പിടിച്ചെടുക്കണം. ആമേൻ. അപ്പോൾ സ്തോത്രം, തരാതിരിക്കാൻ വേണ്ടി കിയോ എന്ന് വിളിക്കുന്ന ഒരുപാടെണ്ണം അവിടെ ഉണ്ട്. ആമേൻ. എന്തിനാണ് കിയോ എന്ന് വിളിക്കുന്നത്? അവർക്കറിയത്തില്ല നമ്മൾ എന്തിനാണ് പിടിക്കുന്നതെന്ന്. വളർത്താനാണോ കൊല്ലാനാണോ? അവരുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കൊല്ലാനാ പിടിക്കുന്നത്. ആമേൻ. അവരങ്ങനെയുള്ളതേ കണ്ടിട്ടുള്ളൂ. കൂട്ടിൽ നിന്ന് വരുന്നു, കുറുക്കം കൊണ്ടുപോകുന്നു, തിന്നിട്ട് മുറുമുറ തിന്നിട്ട് എല്ലും തലയും കളഞ്ഞിട്ട് പോകുന്നു. പക്ഷേ നമ്മൾ വളർത്താനാണ് പിടിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. ഇതുപോലെയാണ് ആമേൻ സ്തോത്രം ഈ കിടക്കയിലായിപ്പോയവൻ്റെ ചിന്ത എന്തായിരിക്കും? ആമേൻ, ഇനി ഇവരൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോയി ഏത് നരകത്തിൽ കൊണ്ട് കളയാൻ പോകുന്നോ, ഏത് കുഴിയിൽ കൊണ്ടിടാൻ പോകുന്നോ, എവിടെ കൊണ്ടിട്ട് ഭിക്ഷ യാചിപ്പിക്കാം. ആമേൻ. ഇതിങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. നമ്മൾ തന്നെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ആമേൻ. ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് വിശ്രമിക്കും. ആ സമയം കൊണ്ട് നല്ല സമയത്ത് മൊത്തം കഷ്ടപ്പെട്ട് മക്കളെ വിദേശത്തൊക്കെ അയക്കും. അവൻ കുറേ ദിവസം വീട്ടിൽ നിൽക്കുമ്പം ഇവർക്ക് ഇവിടെ ഉള്ളിൽ അറിയാതെ ഒരു ചിന്ത വരും. ആമേൻ, ഇനി എൻ്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായോ? എനിക്ക് പഴയ പോലെ വരുമാനമൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നവനല്ലല്ലോ, ഇങ്ങോട്ട് വാങ്ങുന്നവനാണല്ലോ. ഇനി എൻ്റെ മക്കൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയുമോ, എന്നെ ഉപേക്ഷിച്ച് കളയുമോ? അങ്ങനെ സങ്കടത്തോടെ ആയിരിക്കുന്ന ചിലർ കേൾക്കുന്നുണ്ട്. നിന്നെ ഉപേക്ഷിക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ഇന്നലകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്നെയും ചേർത്ത് പിടിക്കും. വാത്സല്യ പിതാവേ, വാത്സല്യ മാതാവേ, കേൾക്ക്. നിന്റെ ഈ കഷ്ടതയുടെ, നിന്റെ ഈ കണ്ണുനീരിന്റെ, നിന്റെ ഈ ഇല്ലായ്മയുടെ സമയത്ത്, ഈ വറുതിയുടെ സമയത്ത് നിന്നെ പാലിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആ അപ്പൂപ്പന് മോശയുടെ ആയുസാണ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. മോശെ ആരെങ്കിലും എടുത്തുകൊണ്ട് നടന്നതൊന്നും ബൈബിളിലില്ല. ആമേൻ. മോശ പർവ്വതത്തിൽ കയറി കണ്ണടയ്ക്കുന്നത് വരെ മോശയുടെ വാക്ക് തന്നെയായിരുന്നു അവസാനത്തെ വാക്ക്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. തൊലി നോക്കണ്ട. ആമേൻ. വരുമാനം നിന്നുപോയത് നോക്കണ്ട, സാഹചര്യം നോക്കണ്ട. ചിലരുടെ വാക്കുകൾ തന്നെയാണ് ആ ഭവനത്തിനകത്തെ അവസാനത്തെ വാക്ക്. പ്രിയ മാതാവേ, നിന്റെ വാക്ക് തന്നെയാണ് നിന്റെ ഭവനത്തിനകത്തെ അവസാനത്തെ വാക്ക്. പ്രിയ പിതാവേ, നിന്റെ വാക്ക് തന്നെയാണ് നിന്റെ ഭവനത്തിനകത്തെ അവസാനത്തെ വാക്ക്. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നോക്കിയേ, മോശയ്ക്ക് തീരെ പ്രായമായ വ്യക്തിയാണ്. എന്നിട്ടും മോശയെ ദൈവം കൈവിട്ടില്ല, മാറ്റി നിർത്തിയില്ല, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിച്ചുമില്ല. ആമേൻ. സ്തോത്രം. ആ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ
ഇവൻ്റെ ഉള്ളിലെ ചിന്ത ഇതായിരിക്കും, എന്നെ ഇവരെല്ലാം കൂടെ എടുത്തോണ്ട് എവിടെയെങ്കിലും കളയുമോ, ഞാനൊരു ബാധ്യത, എന്നും എനിക്ക് തരണ്ടേ, എന്നും എനിക്ക് തിന്നാൻ തരണ്ടേ, അതുകൊണ്ട് എടുത്തോണ്ട് കളയുമോ, ഈ ഒരു ചിന്തയോടെ കൈയും കാലും അനങ്ങൂല്ലല്ലോ. അപ്പോൾ ഉള്ളിൽ കിടന്ന് കരഞ്ഞു കാണും, അയ്യോ ഇവരൊക്കെ എന്നെ എവിടെ കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിക്കുന്നു ആ 4 പേരായിരിക്കും പ്രൈസർ ഫാമിലി എന്ന്. ആമേൻ, സ്തോത്രം. നമ്മളും അങ്ങനെ എത്ര കൈയും കാലിട്ട് അടിച്ചാലും നമ്മൾ ചിലതിനൊന്നും വിടത്തില്ല, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ടല്ലാതെ വിടത്തില്ല. ആമേൻ, സ്തോത്രം. ലോകം ഒരുപക്ഷെ ചിലതിനെയൊക്കെ നോക്കിയിട്ട് പറയും, നീ പ്രയോജനപ്പെടത്തില്ല, നീ ഉപയോഗപ്പെടത്തില്ല, ഇന്നലകൾ ആവർത്തിക്കും. പക്ഷേ പ്രൈസർ ഫാമിലിക്ക് അറിയാം, ആമേൻ, എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ആമേൻ, എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഞങ്ങളുടെ യാത്ര യേശുവിൻ്റെ അടുക്കലേക്ക്. ആമേൻ. ലോകത്തിൽ ആമേൻ കണക്കുകൂട്ടലുകൾ നടത്തുന്നവരുടെ അടുക്കലേക്കല്ല, വിലയിരുത്തലുകൾ നടത്തുന്നവരുടെ അടുക്കലേക്കല്ല, ഞങ്ങളുടെ യാത്ര യേശുവിൻ്റെ അടുക്കലേക്ക്. ആ യേശുവിന് ഒപ്പമുള്ളതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് എന്നോ തിരിച്ചറിഞ്ഞ സത്യം ഒപ്പമുള്ളത് കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഞാനിത് ഈ ഒരു ദൂതായി തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു, യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രത്യേകത എന്താണ്. നോക്കൂ, സ്തോത്രം. ലോകത്തിന് വേണ്ടാത്ത, ആർക്കും ഒന്നിനും കൊള്ളാത്ത, ആമേൻ, അതിനെ നമ്മൾ എന്ത് പറയും, ആക്രി എന്ന് പറയും, വേസ്റ്റ് എന്ന് പറയും. ആമേൻ. ആ വേസ്റ്റിനെ ആമേൻ ചേർത്ത് വയ്ക്കുന്നൊരു, ആമേൻ, ആക്രിയെ ചേർത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ആക്രിയെ സ്വീകരിക്കുന്ന ഒരു ഫാക്ടറിയാണ്, ആക്രി കടയാണ്. ആമേൻ, സ്തോത്രം. എൻ്റെ യേശു നടത്തുന്നത്. ആമേൻ. അവിടെ എല്ലാം എടുക്കും. ആമേൻ, ഹല്ലേലൂയ. ആർക്ക് വേണ്ടാത്തതിനെയും ആമേൻ, സ്തോത്രം, യേശു എടുക്കും. ആമേൻ, ഹല്ലേലൂയ. വേണ്ടാത്തതിനെ, ഉപയോഗമില്ലാത്തതിനെ, പ്രയോജനമില്ലാത്തതിനെ എടുക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും വേണ്ടി ഈ ലോകത്തിൽ 2000 വർഷമായി തുറന്നു വച്ചിരിക്കുന്ന ഒരു കടയുണ്ട്. എൻ്റെ യേശു ഒരു കട തുറന്നു വെച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കട എൻ്റെ യേശു ഒരു കട തുറന്നു വെച്ചിട്ടുണ്ട്. ത്യാഗത്തിൻ്റെ കട എൻ്റെ യേശു ഒരു കട തുറന്നു വെച്ചിട്ടുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടിയുള്ള ദയയുടെ, നിനക്ക് വേണ്ടിയുള്ള കരുണയുടെ, നിനക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ 2000 വർഷമായി അങ്ങനെ ഒരു കട തുറന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഒത്തിരി പേരും ഇന്ന് ശേഷിക്കുന്നത്. ആമേൻ. വേണ്ടാത്ത ആക്രിയൊക്കെ ആ കടയ്ക്കകത്ത് സ്വീകരിച്ചത് കൊണ്ടാണ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവൻ ചിലർ സങ്കടത്തോടെ പറയും, പാസ്റ്ററേ, എൻ്റെ ഭർത്താവ് പറയുക, നിന്നെ എന്തിനു കൊള്ളാം ഇതുപോലൊരു ഭാര്യ. ആമേൻ. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ ഭാര്യ പറയുക, നിന്നെപ്പോലൊരുത്തൻ. ആമേൻ. ചില മക്കൾ പറയും ഇതുപോലെ മാതാപിതാക്കൾ, ചില മാതാപിതാക്കൾ പറയും ഇതുപോലത്തെ മക്കൾ. ആമേൻ. ബന്ധുക്കൾ പറയും, സുഹൃത്തുക്കൾ പറയും, ഒപ്പമുള്ളവർ പറയും, ദേശവാസികൾ പറയും, വിശ്വാസികൾ പറയും, പാസ്റ്റർമാർ പറയും, എല്ലാവരും. ആമേൻ. ലോകം ഇത് പറയും. ആമേൻ. ലോകം ഇത് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കഥകടയ്ക്കും. പക്ഷേ യേശു കഥകടയ്ക്കത്തില്ല. ആ ഷോപ്പിൻ്റെ കഥക് ഒരിക്കലും അടയത്തില്ല. ആ ഷോപ്പിൻ്റെ കഥക് 2000 വർഷങ്ങൾക്ക് മുമ്പ് തുറന്നതാണ്, ഇപ്പോഴും തുറന്ന് തന്നെ ഇരിക്കുന്നു. നീ എന്ന ആക്രിയെ മനോഹരമാക്കി പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ കഴിവുള്ളവൻ ആ ഷോപ്പിനകത്തുണ്ട്. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ, ഈ ലോകത്തിന് വേണ്ടാത്ത നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. ആമേൻ. നോക്കൂ, മരണക്കിടക്കയിലായ തൻ്റെ കുഞ്ഞിനൊപ്പം അല്പസമയം, അവസാനത്തെ അല്പസമയങ്ങൾ ചിലവഴിക്കുവാൻ ലഭിച്ചൊരു അവസരം നഷ്ടപ്പെടുത്തിയിട്ട്, ആ കുഞ്ഞിന് അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട അപ്പനെ കണ്ട് കണ്ണടയ്ക്കുവാനുള്ള ആ കുഞ്ഞിൻ്റെ അവസരത്തെ നഷ്ടപ്പെടുത്തിയിട്ടൊരു മനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ തേടിയിറങ്ങി. ഹല്ലേലൂയ. ആ അപ്പനറിയാം, ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ, ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടുള്ളതിൽ വ്യത്യസ്തനായ ഒരുവൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അന്ന് വരെ ആമേൻ മരണക്കിടക്കയിൽ പ്രിയപ്പെട്ട ഒരാളായാൽ ആ കിടക്കയുടെ ചുറ്റുമിരിക്കും അവസാനമായി കാണാൻ. ആമേൻ. അവർക്ക് അവസാനമായി കാണുവാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുവാൻ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UK യിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി സഹോദരന്മാർ പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. പലരുടെയും പ്രാർത്ഥന വിഷയം അതാണ്, ദേവദാസനെ 2 ദിവസം കൂടെ എൻ്റെ പപ്പയുടെ കണ്ണടയാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദേവദാസനെ 2 ദിവസം കൂടെ എൻ്റെ അമ്മയുടെ കണ്ണടയാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊന്ന് വന്ന് എൻ്റെ അമ്മയെ അവസാനം ജീവനോടെ ഒന്ന് കാണണം. എൻ്റെ അമ്മയ്ക്ക് അവരുടെ മരണത്തിന് മുമ്പ് അവസാനമായി എന്നെ ഒന്ന്, എൻ്റെ കുഞ്ഞുമക്കളെ ഒന്ന് കാണണം. ആമേൻ.
അതൊരു വലിയ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പേര് യായിറോസ് എന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ മകൾ ഭവനത്തിനകത്ത് 12-കാരി രോഗം ബാധിച്ച് മരണത്തെ പുൽകുവാനായി കാത്തിരിക്കുന്നു. മരണമാണ് തൊട്ടു മുമ്പിൽ. അപ്പനടുത്ത് നിന്ന് ആശ്വസിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നാവിൻ തുമ്പിൽ ഒരു തുറ്റ് വെള്ളം നൽകി അവളുടെ കണ്ണ് തിരുമി അടച്ചു കൊടുക്കേണ്ട അപ്പൻ അന്ന് അതേ സാധ്യതയുള്ളൂ. ആമേൻ. ഇന്ന് കണ്ണടയുന്നതൊക്കെ വെന്റിലേറ്ററിലും ICUലും ഒക്കെ ആണല്ലോ. ആമേൻ. അങ്ങനെ കണ്ണടച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ മക്കളുടെ, കൊച്ചുമക്കളുടെ, സഹോദരങ്ങളുടെ ഒക്കെ മധ്യത്തിൽ കണ്ണടയ്ക്കുവാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്തായാലും കണ്ണടയ്ക്കും. ആമേൻ. 4 പേര് അവസാനമായിട്ട് കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ്. മറ്റേ വെന്റിലേറ്ററിലാണെങ്കിൽ മെഷീനെയൊക്കെ കണ്ട് അതിൻ്റെ മുഴക്കം കേട്ട് പേടിച്ചായിരിക്കും. ആമേൻ. നോക്ക്, അപ്പോ ഫലം എന്താണ്? യേശുവിന്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ ചെന്നതുകൊണ്ട് 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, അവന്റെ മകൾ എഴുന്നേറ്റു. ആമേൻ. ലോകം കുറച്ചു മുമ്പേ തീരുമാനിച്ചതാണ് ഈ മകൾ ഇനി എഴുന്നേൽക്കത്തില്ല. അതുകൊണ്ട് കരച്ചിലറിയാമെന്നുള്ളവരെ അകത്ത് കൊണ്ടുവന്നു. ആമേൻ. കരയാൻ പറ്റാത്തവരെയൊക്കെ മാറ്റിയിട്ട് കരച്ചിലറിയാമെന്നുള്ളവരെ അകത്ത് കൊണ്ടുവന്നു. ആമേൻ. വേണമെന്ന് പറഞ്ഞു കരയുന്നവരുമുണ്ട്, വേണ്ടെന്ന് പറഞ്ഞ് ആർക്കോ വേണ്ടി കരയുന്നവരുണ്ട്. ആമേൻ. അപ്പോൾ അങ്ങനെ കരച്ചിൽ തൊഴിലാക്കിയവർ അകത്ത് വന്നു. ആമേൻ. സ്തോത്രം. നോക്കൂ, വചനം പറയുന്നു, അവർക്കറിയാം, അവർക്കൊരു ഉറപ്പുണ്ട്, ഇനി ഇവൾ ഒരിക്കലും വരത്തില്ല, ഇനി ഒരിക്കലും ഇതൊന്നും ശരിയാവത്തില്ല. ആമേൻ. അപ്പോൾ അവർ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനസ്സിലാക്കണമേ, യേശു അവിടെ വന്നതുകൊണ്ട് അവരുടെ മനസ്സിലിരിപ്പ് നടന്നില്ല. ആമേൻ. ആ ബാല്യക്കാരത്തി, ആ കുഞ്ഞുമകൾ എഴുന്നേറ്റു. അവളുടെ അപ്പൻ പോയത് യേശുവിൻ്റെ അടുക്കലേക്കാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രിയിലും നിന്റെ യാത്ര യേശുവിന്റെ അടുക്കലേക്കാണെങ്കിൽ ഇന്നലകൾ ആവർത്തിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവർ കരഞ്ഞ് അവർ ജയിച്ചു എന്ന് പറഞ്ഞ്, ആമേൻ, ഞങ്ങൾ കരഞ്ഞപ്പോൾ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ നിലവിളിച്ചപ്പോൾ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു പോകുവാൻ, ആമേൻ, ആരെയും ദൈവം അനുവദിക്കത്തില്ല. അവർക്കറിയാത്തൊരു കാര്യമുണ്ട്, അവർക്ക് കരയാനേ അറിയത്തുള്ളൂ. ആ ഭവനത്തിനകത്തൊരു അപ്പനുണ്ട്, അവന് യേശുവിനെ അറിയാം. ആമേൻ. ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Hallelujah. ആമേൻ. ഒരു വലിയ എക്സ്പീരിയൻസിന് അവിടെ മാറ്റം വരിക. 2025 എത്ര പേർക്ക്, ആമേൻ, സ്തോത്രം, നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയും, എൻ്റെ എക്സ്പീരിയൻസ് മാറും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ എക്സ്പീരിയൻസ് മാറും. ഞാൻ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഞാൻ കണ്ട് പഠിച്ചു മനസ്സിലാക്കിയ എൻ്റെ എക്സ്പീരിയൻസ് മാറുവാൻ പോകും. ഈ ദൂതിൻ്റെ ആവർത്തനം വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും അധികമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. നോക്കൂ, ആമേൻ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 2 സഹോദരിമാർ തങ്ങളുടെ വേദന അറിയിക്കുവാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആളെ അയക്കുകയാണ്. ആമേൻ. നോക്കണമേ, അവർ കുഴികെട്ടുവാരൻ്റെ അടുക്കലേക്കൊന്നും ആളയച്ചില്ല, അവരൊക്കെ വന്നോളും. ആമേൻ. അപ്പോൾ സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം, മരണ വീട്ടിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നോളും. ആമേൻ. ചില സാഹചര്യങ്ങളിൽ, ആമേൻ, നമ്മൾ കരഞ്ഞ് ബഹളം വെക്കേണ്ട കാര്യമില്ല. കരയാനുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ബഹളം ഉണ്ടാക്കാനുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പരാതി പറയാനും പഴി പറയാനും പരിഹസിക്കാനുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ആമേൻ. അപ്പം നമുക്കല്പം ഫ്രീ ഉണ്ട്. ആ സമയം എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അവരവരുടെ ജോലി ചെയ്യും. കരയുന്നവർ കരയും, പരാതി പറയുന്നവർ പറയും, ശപിക്കുന്നവർ ശപിക്കും, പ്രാകുന്നവർ പ്രാകും, കുറ്റം പറയുന്നവർ കുറ്റം പറയും. പക്ഷേ അത് കേട്ട് അവിടെയും ഇവിടെയും ചുറ്റിപ്പറ്റി നിൽക്കരുത്. കല്ലറയ്ക്കകത്ത് അധികം ഇരുന്നാൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് വേഗത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വിട്ടോ. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ നാട്ടുകാരുടെ വാക്കും കേട്ട് നിൽക്കുവാനുള്ളവളല്ല, നിൽക്കുവാനുള്ളവനല്ല. നീ ഇന്നലകളിൽ ഓടിയതുപോലെ യേശുവിൻ്റെ അടുക്കലേക്ക് ഓ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹാലെ. ചിലരുടെയൊക്കെ ഓട്ടം കുറഞ്ഞോ എന്നൊരു സംശയം. ആമേൻ. യേശുവിൻ നാമത്തിൽ. യേശു പറയാ, പറ്റത്തില്ല, ഓട്ടത്തിന്റെ വേഗം കൂടട്ടെ, ഓട്ടത്തിന്റെ വേഗം കൂടട്ടെ. പുറത്തു വരുവാനുള്ളത് ലാസർമാരാണ്. ആമേൻ. ഹല്ലേലൂയ. ഓ രാധാര ശിഖാരദരെ ശാന്താർഗന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ പ്രാരാബ്ധങ്ങളുമായി, നിന്റെ ഇല്ലായ്മകളുമായി, നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളുമായി, നിന്റെ വേദനകളുമായി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല്. ഓ ഷാരാധാര ശഖ. ആമേൻ. രാധേരേ. ഓ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ കാര്യം, ഒന്ന്, അവനെ എടുത്തു, ആ ഭാരത്തെ എടുത്തു, ഭാരത്തെ ചുമക്കുവാൻ തയ്യാറാകുക. 2, അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാനുള്ള മനസ്സ് കാണിക്കുക. ആമേൻ. സ്തോത്രം.
നമ്മളെപ്പോഴും ചിന്തിക്കുക, രോഗം ഒരു വ്യക്തിക്ക് വന്നാൽ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? കമ്പെടുത്തിട്ട് അവനെ അടിക്കുമോ? പിന്നെ ആശുപത്രി കൊണ്ടുപോകും. രോഗം ഒരു മനസ്സിന് വന്നാൽ ആമേൻ, ഇവിടെ നമ്മൾ പലപ്പോഴും കമ്പെടുത്തിട്ട് അടിക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ തിരിച്ചറിയുക, രോഗിയെ അത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ട്രീറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ്റെ അടുക്കൽ എത്തിക്കുമെങ്കിൽ ആമേൻ, മരിച്ച ലാസർ മാത്രമല്ല, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനും വീട്ടിൽ കയറും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, യേശുവിൻ്റെ അടുക്കലേക്ക് മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2025 എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഇത് വേണം. ആമേൻ. അവർ അവിടെ എത്തിയപ്പോൾ എന്താ? വലിയ കൂട്ടം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആമേൻ, വലിയ കൂട്ടം ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറയുക. ഒരു വശത്ത് പരാതി പറയുന്നു, ഒരു വശത്ത് സാക്ഷ്യം പറയുന്നു, ഒരു വശത്ത് യേശുവിനെ തൊട്ടേ എന്ന് പറയുന്നു, ഒരു വശത്ത് യേശുവിനെ കണ്ടേ എന്ന് പറയുന്നു, വേറൊരു വശത്ത് യേശുവിനെ നുള്ളി എന്ന് പറയുന്നു. അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയുള്ള വലിയ കൂട്ടം. അപ്പോൾ ഇവർക്ക് ഈ 4 പേർക്കും ചേർന്ന് ഇവനെയും വലിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ പലപ്പോഴും പറയുന്നത് ഇതാ, ദൈവദാസനെ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഞങ്ങളുടെ ഭാരം, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഞങ്ങളുടെ കഷ്ടം. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ആമേൻ, സ്തോത്രം. ഇപ്പം ഇവരുടെ പ്രശ്നം എന്താ? ഈ 4 പേർക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നൂണ് കയറാൻ പറ്റത്തില്ല. ഈ ഒരുത്തനെയും വെച്ചുകൊണ്ട് 4 പേരും കൂടെ അത് കിടക്കയോടെ പൊക്കിക്കൊണ്ട് വന്നതാ. അവൻ ഒന്നും മയങ്ങിയപ്പം പൊക്കി എടുത്തുകൊണ്ട് വന്നതാ. ചിലതൊന്നും സ്വബോധത്തോടെ വരില്ല. നമ്മൾ മയങ്ങി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വിടണം. ആമേൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ കിയോ എന്ന് വിളിക്കും. ആമേൻ. അല്ലെങ്കിൽ കൊത്താൻ വേണ്ടി എടുക്കും, വാലി പിടിച്ചോളണം. ആമേൻ, സ്തോത്രം. അപ്പം നോക്കിയേ, ഭയങ്കര പ്രശ്നം. ആ തടസ്സത്തെ അവരങ്ങ് മാറ്റി. ആമേൻ. ഓട് പൊളിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഓട് പൊളിച്ചു. ഓട് പോയിട്ട് വീട്ടിൻ്റെ നടയിലെ മതിലിരിക്കണം ഒരു കല്ലിലെങ്ങാനും ഏവനെങ്കിലും വന്ന് തൊട്ട് നോക്കണം. ഓട് വിട്, ഒരു കല്ലി തൊട്ട കളി മാറും. അപ്പോഴാണ് ഓടും പൊളിച്ച് 4 പേരും കൂടെ. ആമേൻ. ഇവന്മാരെ മനസ്സിലുള്ള ഇത്ര ചിന്തയുണ്ടായിരുന്നു ആണുള്ളൂ. കുറേ കാലം കൊണ്ട് ഇവ കിടക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. ഓട് പൊളിച്ചിട്ടല്ല, വീട് തകർത്തിട്ടായാലും ഇവനെ യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വയ്ക്കാതെ ഞങ്ങൾ പോകത്തില്ല. ഇന്ന് പകലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഉപവാസത്തിൻ്റെ 26ാമത്തെ ദിവസം ഓട് പൊളിക്കാനും വീട് പൊളിക്കാനും അല്ല വിഷയം. ആമേൻ. നിന്നെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചിട്ടല്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്റെ ലക്ഷ്യം വിടുതലാണെങ്കിൽ തകർക്കേണ്ടതിനെ തകർക്ക്, പൊളിക്കേണ്ടതിനെ പൊളിക്ക്. തടസ്സമായി നിൽക്കുന്ന യാതൊന്നിനെയും നോക്കണ്ട. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നീ ഇറങ്ങിയത് വിടുതലിനാണോ? നീ ഇറങ്ങിയത് യേശുവിലൂടെ പ്രാപിക്കുവാനാണോ? ഈ കാണുന്ന ചുറ്റുപാടുമുള്ളതിനെ കണ്ട് ഭയപ്പെടേണ്ട. മേൽക്കൂരയും അതിൻ്റെ പൈസയും കണ്ട് പേടിക്കേണ്ട. ചുറ്റുമുള്ളവരുടെ ബഹളങ്ങളെ ശ്രദ്ധിക്കേണ്ട. ആമേൻ. അവൻ്റെ അടുക്കലൊന്ന് എത്തുവാൻ തക്കവണ്ണം ആ തടസ്സങ്ങളെ പൊളിച്ചു മാറ്റ്. ഹല്ലേലൂയ. ആമേൻ. വിടുതലാണ് ലക്ഷ്യമെങ്കിൽ ഉള്ളിൽ ഒരൊറ്റ ചിന്ത ഉണ്ടാകുവാൻ പാടുള്ളൂ. ഇനി ആ തടസ്സം എനിക്ക് മുമ്പിൽ ഉണ്ടാകുവാൻ പാടില്ല. നോക്കൂ, വിടുതലിന് തടസ്സമായ ഒത്തിരി തടസ്സങ്ങൾ കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഒരാളിൻ്റെ വാക്ക് ഒരു സഹോദരിയുടെ വിടുതലിന് തടസ്സമായി നിൽക്കുകയാണ്. ആമേൻ. ഒരു സഹോദരി, കനാന്യ സ്ത്രീയാണ്. ആമേൻ. അവളിങ്ങനെ ആ ഒരാളിൻ്റെ അടുക്കലെത്തി. വളരെ പ്രതീക്ഷയോടെ വന്നതാണ്. 15-ാമത്തെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ സഹോദരിയുടെ കാതുകളിൽ ആമേൻ ഈയമുരുക്കി ഒഴിച്ചതുപോലെ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ഒന്നും അടുക്കലേക്കല്ല വന്നത്. ഇസ്രായേലിലൊരു വലിയ ഇടയനുണ്ട്. ആ ഇടയൻ്റെ ചില ആടുകൾ കാണാതെ പോയിട്ടുണ്ട്. അതിൻ്റെ അടുക്കലേക്കാണ് എന്നെ അയച്ചത്. സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ആമേൻ. ലോകം ഇങ്ങനെ നമ്മുടെ വിടുതലിനെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും പല നിലകളിൽ നമ്മോട് പല തവണ പലവുരു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വിടുതലാണ് ലക്ഷ്യമെങ്കിൽ ആ സ്ത്രീയുടെ ആവശ്യം വിടുതലാണ്. അവൾക്കൊരു കാര്യം അറിയാം, കനാന്യൻ കള്ളത്തുലാസുള്ളവനാണ്. അവൻ തൂക്കുന്ന സമയത്ത് മാത്രമേ ഓക്കെ ആയി നിൽക്കത്തുള്ളൂ. ഇല്ലാത്തപ്പോൾ അവൻ തള്ളിക്കളയും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ല. പിന്നെ ഇസ്രായേലിലൊരു ദൈവമുണ്ട്. അവൻ മറിയാസുതനായി ഭൂമിയിൽ വന്നിട്ടുണ്ട്. കുരുടന് കാഴ്ചയും മുടന്തന് സൗഖ്യവും പാപിക്ക് പാപമോചനവും കുഷ്ഠരോഗിക്ക് സുഖവും നൽകുന്നു. അവൾക്കറിയാം എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ വിശ്വാസം അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവൾ അതിനപ്പുറം ഒരു കാര്യം പറയും,
ഇനി യേശു പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ആമേൻ. അവളുടെ അടുത്ത് പറഞ്ഞത് യേശുവാ പറ്റത്തില്ലെന്ന്. പക്ഷെ അവൾ പറയും അങ്ങനെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശുവെ, ഞാൻ നിന്നെപ്പറ്റി അറിഞ്ഞപ്പോൾ തന്നെ വേറൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നുപോയി. എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും. ആമേൻ. എൻ്റെ ഭവനത്തിനകത്തൊരു അത്ഭുതം നടക്കും. എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം നടക്കും. ഡോക്ടർ പറയുന്നത് നോക്കണ്ട, മനുഷ്യൻ പറയുന്നത് നോക്കണ്ട, ചുറ്റുപാടുകളുള്ളവർ പറയുന്നത് ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശു എന്നാൽ അവസാനം പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയ വിശ്വാസമാണ്. ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നൊക്കെ ഇവൻ്റെയൊക്കെ ഇടയിലുള്ള വിശ്വാസമാണ്. പക്ഷേ എനിക്ക് തന്നെ ഈ വലിയ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യം തോന്നുന്നു. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഹല്ലേലൂയ. ഒപ്പമുള്ളവരുടെ വിശ്വാസമൊന്നും പോരാ. ആമേൻ. തീർന്നില്ല. നോക്കൂ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തെ പൊളിച്ച് വിടുതൽ പ്രാപിക്കുന്ന ഒരു സഹോദരിയെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഇവളുടെ പ്രത്യേകത എന്താണ്? ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ കടന്നു ചെല്ലുവാൻ പാടില്ലാത്തവൾ. ന്യായപ്രമാണം അനുശാസിക്കുന്നു. ഇവൾ കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടൊക്കെ വേണം, ആമേൻ, എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇറങ്ങി നടക്കുവാൻ. പക്ഷേ ഇവൾക്ക് അതിനുള്ളൊരു ചാൻസ് ഇല്ല. ആമേൻ. ചുറ്റും ആൾക്കൂട്ടമാണ്. ഇവൾ തൊട്ടാൽ ഇവൾക്ക് കല്ലറ് കിട്ടുമെന്ന് മാത്രമല്ല, പിന്നെ ഇവന്മാരെല്ലാം അശുദ്ധനുമാകും. വലിയ കൂട്ടം അശുദ്ധനുമാകും. ആമേൻ. യഹൂദനായതുകൊണ്ട് യേശു അശുദ്ധനാകുമെന്ന് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. പക്ഷേ അവക്കൊറ്റ ആവശ്യമുള്ളൂ, ആരശുദ്ധയായാലും എനിക്ക് സൗഖ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അശുദ്ധനാവുന്നവരൊക്കെ പോയി കുളിക്കട്ടെ, പക്ഷേ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും. ഞാൻ എൻ്റെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. ആമേൻ. ഞാൻ ലോകത്തിലേക്ക് നോക്കത്തില്ല, ഞാൻ ചുറ്റുപാടുകളിലേക്ക് നോക്കത്തില്ല, ഞാൻ മനുഷ്യരുടെ മുഖം നോക്കത്തില്ല. ആരശുദ്ധരായാലും എത്ര കല്ലെറി കൊള്ളേണ്ടി വന്നാലും ഞാൻ യേശുവിനെ തൊടും. ആമേൻ. ഞാൻ വിടുതൽ പ്രാപിക്കും യേശുവിൻ നാമത്തിൽ. ആ തടസ്സത്തെ പൊളിച്ചു മാറ്റി. ആമേൻ. ലോകം നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് തടസ്സം, വിടുതലിന് തടസ്സമായി കെട്ടി ഉയർത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടുപേരും ഒരുപാട് കാലം യെരിഹോവിന്റെ വഴിയരികിൽ കിടന്ന് നിലവിളിച്ചതാ. ആമേൻ. ആരെങ്കിലും വല്ലവും തരണേ, വല്ലവും തരണേ, വല്ലവും തരണേ. ആമേൻ. ഭിക്ഷ എടുത്ത് കുറേ കാലം. ആമേൻ. അവസാനം അവർക്ക് ഒരു അറിവ് കിട്ടി, യേശു ഇതുവഴി വരുന്നുണ്ട്, യേശുവിനെ തൊടും. ആമേൻ. അവരെ നിലവിളിച്ചു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ രണ്ടുപേർ നിലവിളിക്കുവാനായി തുടങ്ങി, യേശുവേ, ദാവീദ് പുത്രാ, കരുണ കാണിക്കണമേ. അപ്പോൾ ലോകത്തിന് ഇഷ്ടപ്പെട്ടില്ല. കൂടെ നിന്നവർ പറഞ്ഞു, പറ്റത്തില്ല, നോ നോ നോ, നീ നിലവിളിക്കരുത്. ആമേൻ. യേശുവിന് ഡിസ്റ്റർബ് ആയാലോ? ആമേൻ. ഹല്ലേലൂയ. അവന്മാർ പറയുക, ജീവിതകാലം മുഴുവനും ഞങ്ങളിവിടെ ഡിസ്റ്റർബായി കിടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ട് നീ ഡിസ്റ്റർബ് ആയാലും ഞങ്ങൾക്കൊരു വിഷയമില്ല. യേശു ഇന്ന് ഞങ്ങളെ സൗഖ്യമാക്കിയിട്ടല്ലാതെ അവൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ പോകത്തില്ല. ഈ ശബ്ദം ഇനിയും ഉയരും. ആമേൻ. ഈ ശബ്ദം ഇനിയും ഉയരും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശു മനസ്സലിഞ്ഞ്, ആമേൻ, സ്തോത്രം, അവരുടെ കണ്ണ് തൊട്ടു. ആമേൻ. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച കാണുവാൻ പോകുക. 2025 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച. നീ കേട്ടത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ കേട്ടത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അവർ അവിശ്വാസത്തെ പൊളിച്ചു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പൻ നിലവിളിക്കുക, യേശുവേ, എൻ്റെ അവിശ്വാസത്തിന്, ആമേൻ, സ്തോത്രം, സഹായിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. ഈ മനുഷ്യൻ ശിഷ്യന്മാരുടെ അടുക്കലൊക്കെ പോയി പരാജയപ്പെട്ടവനാ. ശിഷ്യന്മാരുടെ ഒക്കെ അടുക്കൽ പോയി കിട്ടാതെ വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ വെറുതെയാണ്, പള്ളിയിൽ പോകുന്നത് വെറുതെയാണ്, ആരാധിക്കുന്നത് വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്, ഉപവസിക്കുന്നത് വെറുതെയാണ്. ഇതൊക്കെ കേട്ട് തഴമ്പിച്ച മനുഷ്യൻ അവസാനം യേശുവിനോട് ചോദിക്കുക, നിനക്ക് വല്ലതും പറ്റുമോ? ആമേൻ. അപ്പോൾ യേശുവിൻ്റെ വാക്ക്, എനിക്ക് വല്ലതും കഴിയുമെന്നോ? ആമേൻ. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് കഴിയാത്തൊരു കാര്യമില്ല. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം മാറ്റിവെച്ചതിനെയൊക്കെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ആമേൻ, ലോകം മാറ്റിവെച്ചതിനെ, തള്ളിക്കളഞ്ഞതിനെ ശരിയാക്കുവാൻ കഴിയുന്ന റിപ്പയർ വന്നിട്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ.
അത് സമയമില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ആമേൻ. ചിലതൊക്കെ ശരിയാക്കണമെങ്കിൽ അടുത്തുള്ള ചെറിയ കടകളിലൊന്നും കൊണ്ടുകൊടുത്താൽ പറ്റത്തില്ല. അവർ കുറേ കാലം ഇട്ടിരുന്നിട്ട് ഈ ടി വി ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറേ കാലം ഇട്ടിരുന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ബോർഡ് കിട്ടിയില്ല, അതിൻ്റെ ആ സാധനം കിട്ടിയില്ല, പാർട്സ് കിട്ടിയില്ല, ഇത് പറയും. പക്ഷേ നമ്മൾ കമ്പനിയിലാണ് വിളിക്കുന്നതെങ്കിൽ ആമേൻ, അവിടെ നിന്ന് പണി അറിയാവുന്നുള്ളവനെ അയക്കും. നീ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ പണി അറിയാവുന്നുള്ള യേശുവിനെ അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നിന്നെ നിർമ്മിച്ചവൻ, ആമേൻ, ഹല്ലേലൂയ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിന്നെ നിർമ്മിച്ചവൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞവൻ, റാഥാര, വർദ്ധിച്ചു പെരുകുവാൻ തക്കവണ്ണം, ഭൂമിയെ അവകാശമാക്കുവാൻ തക്കവണ്ണം, സമുദ്രത്തിലും ആമേൻ ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതയും വാഴുവാൻ തക്കവണ്ണം നിന്നെ സൃഷ്ടിച്ചവൻ, ഓ റാഥാര ഷഹാരദരെ ശന്ധാരകന. ആ സ്തോത്രം, ആ ബാധ്യത ഇല്ലായ്മയെ പരിഹരിക്കുവാൻ, ആ രോഗത്തെ പരിഹരിക്കുവാൻ സ്തോത്രം നിന്റെ അടുക്കൽ യേശുവിനെ അയക്കും. ആമേൻ, ഹല്ലേലൂയ. ആ അവിശ്വാസത്തെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പലപ്പോഴും അവിശ്വാസം ഉള്ളിൽ വരിക, നടക്കുമോ, പറ്റുമോ, നടക്കത്തില്ലേ. ഇന്ന് നമ്മളിവിടെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നടക്കാത്തതൊന്നുമില്ല. ആമേൻ, സ്തോത്രം. ഒരു ഭക്തന് മുമ്പിൽ നടക്കാത്തതൊന്നുമില്ല. കാരണം ഭക്തന്റെ ദൈവം അത്ഭുതവാനാണ്. ആമേൻ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഭക്തന്റെ ദൈവത്തെക്കുറിച്ച് ആമേൻ എഴുത്തുകാരൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ആമേൻ. അവൻ ആ പാഴും ശൂന്യവുമാക്കിയ, പിശാച് പാഴും ശൂന്യമാക്കിയ ഭൂമിയെ പിന്നെയും മനോഹരമാക്കി തീർത്തവനാണ്. ആമേൻ, സ്തോത്രം. അവൻ നിന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, നിന്നെ മനോഹരമാക്കി തീർക്കുവാനും മതിയായവൻ തന്നെ. ഹല്ലേലൂയ. അവനെ കൊണ്ടുവന്ന് തടസ്സങ്ങളൊക്കെ മാറ്റി യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെച്ചു. ആമേൻ. ഇന്ന് ഉള്ളിലുള്ള എല്ലാ ഭാരങ്ങളും ഒന്ന് യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെച്ചോ. ഹല്ലേലൂയ. നീ തിരിച്ചു പോകുമ്പോൾ അത് ചുമന്നുകൊണ്ട് പോകുവാൻ ഇടവരത്തില്ല. ആമേൻ. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 4 പേരും കൂടെ കട്ടിൽ ഇവനെ എടുത്തുകൊണ്ട് നടന്നു. തിരിച്ചു പോയപ്പോൾ 4 പേരും കപ്പലിൽ നിന്നുകൊണ്ട് നടന്നു, ലവൻ കട്ടിലും ചുമന്നുകൊണ്ട് നടന്നു. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചില ബാധ്യതകൾ ആമേൻ ആക്കിയവർ തന്നെ ബാധ്യതകൾ ചുമന്ന് നടക്കുവാൻ പോകുക. നിനക്ക് ഭാരമായി മാറിയത് തന്നെ, നിനക്ക് ചീത്തപ്പേരുണ്ടാക്കിയ, നിന്റെ തലകുനിപ്പിച്ച, നിന്നെ നിരാശപ്പെടുത്തിയ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ കരയിപ്പിച്ച ചിലർ തന്നെ ആമേൻ നിനക്കൊപ്പം എണ്ണത്തിൽ കൂടി നടക്കുവാൻ, യെസ്, താങ്ക് യു ലോർഡ്, യേശുവിന്റെ അത്ഭുതവും ചുമന്ന് നടക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ അല്പസമയം, അതെ, ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിയ വലിയ അത്ഭുതങ്ങളെ എൻ്റെ കർത്താവ് ചെയ്യുക. പൊളിച്ചു കളയേണ്ടതിനെ പൊളിച്ചു കളയുക. ആമേൻ, സ്തോത്രം. മനുഷ്യൻ കെട്ടി ഉയർത്തിയ തടസ്സങ്ങളെ, ചിന്തയിൽ വന്നുപോയ തടസ്സങ്ങളെ, പിശാച് കെട്ടി ഉയർത്തിയ തടസ്സങ്ങളെ പൊളിച്ചു മാറ്റ്. നിന്നെ കിടക്കയെടുത്ത് നടത്തിപ്പിക്കുന്ന ഒരു യേശുവുണ്ട്. നീയും ചുവടായി തീരത്തില്ല, നിന്റെ കിടക്കയും ആർക്കും ഭാരമാകും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് പറയട്ടെ, നീയും ചുമടായി തീരത്തില്ല, നിന്റെ കിടക്കയും ആർക്കും ഭാരമായി മാറത്തില്ല. സ്വന്തം ഭവനത്തിൽ 2025 ചിലർ പാർക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ കട്ടിലും ചുമന്നുകൊണ്ട് നടക്കുന്ന സീസണ് 2025 എന്റെ യേശു അറുതി വരുത്തുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. അവിശ്വസിക്കുന്ന തടസ്സത്തെ പൊളിച്ചു കളയ്. യേശുവിനോട് വിളിക്കുക. യേശുവേ, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. യേശുവേ, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. നീ ഇന്ന് ചുമന്നുകൊണ്ട് നടക്കുന്ന, നീ ഇന്നും വലിച്ചുകൊണ്ട് നടക്കുന്ന ഭാരം ആമേൻ നിനക്ക് മുമ്പേ സന്തോഷത്തോടെ തുള്ളി ചാടി നടക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തടസ്സമായി നിൽക്കുന്ന അവിശ്വാസത്തെ പൊളിച്ചു കളയ്. വിളിച്ചു പറ, യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ തലമുറ എനിക്ക് മുമ്പേ സന്തോഷത്തോടെ നടക്കും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവേ, വിളിച്ചു പറയ്. ഓ ഷാറാധര ഷഖ റദരെ ശന്താർഗ, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ആരും മൗനമായിരിക്കരുത്. വിളിച്ചു പറയ്. യേശുവേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. യേശുവേ, എൻ്റെ അവിശ്വാസത്തെ നീ ക്ഷമിക്കണമേ. യേശുവേ, എൻ്റെ തലമുറയെ നീ വിടുവിക്കണമേ. യേശുവേ, ഞാൻ ഒറ്റയ്ക്ക് മടങ്ങുവാൻ അനുവദിക്കരുത്. യേശുവേ, ഞാൻ തകർന്നു പോകുവാൻ അനുവദിക്കരുത്. യേശുവേ, ഞാൻ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. യേശുവേ, ഞാൻ വേദനപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 26ാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവരുടെ മേൽ ചലിച്ചു. ഓ ഷാറാധരെ ശന്താർഗ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവേ, വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങ് പറഞ്ഞ ആ വിടുതൽ ആമേൻ വ്യക്തികളിൽ ചലിക്കട്ടെ. രോഗമുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, എന്റെ അവിശ്വാസത്തെ ക്ഷമിച്ച് എന്നെ സൗഖ്യമാക്കണമേ.
കമ്പനിയിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ ആള് വന്നിട്ടുണ്ട്. ആമേൻ. നിന്നെ നിർമ്മിച്ച ഫാക്ടറിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവൻ ആളയച്ചിട്ടുണ്ട്. ഗിലെയാദിലെ വൈദ്യനെ അയച്ചിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ഗിലെയാദിലെ വൈദ്യനെ അയച്ചിട്ടുണ്ട് നിന്നെ റിപ്പയർ ചെയ്യുവാൻ. ഓ രാധാര, നിന്റെ ഇരുട്ട് പിടിച്ച ജീവിതത്തിൽ വെളിച്ചം തരുവാൻ. ആമേൻ. മുടന്തിയുള്ള നിന്റെ നടപ്പിന് അറുതി വരുത്തുവാൻ, നിന്റെ നിലവിളിക്ക് അറുതി വരുത്തുവാൻ യേശു വന്നിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. എത്ര പേർ വിളിച്ചു പറയും, യേശുവേ നീ വന്നതിനായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. യേശുവേ നീ നിന്റെ മധ്യ വന്നതിനായി യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം ഉയരുന്ന, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുന്ന അത്ഭുതത്തിന്റെ പകൽക്കാലമായി ഈ പകൽക്കാലം മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.